പയ്യന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു. കോടികളുടെ നാശനഷ്ടം. പയ്യന്നൂരിലെ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റിനാണ് ഇന്നലെ രാത്രിയോടെ തീപിടിച്ചത്. രണ്ടാം നിലയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. സമീപത്തെ കടകൾക്ക് നേരിയ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റിലാണ് വൻ തീപിടുത്തമുണ്ടായത്. 2 കോടിയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ 6 യൂണിറ്റ് അഗ്നിരക്ഷാ സേന 3 മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് തീയണച്ചത്. രണ്ടാം നിലയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുന്നത്. പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേന എത്തിയാണ് തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. മുകളിലത്തെ നിലയിൽ തീ ആളിപ്പടരുന്നത് നിയന്ത്രണ വിധേയമാക്കുക ദുഷ്കരമായതിനാൽ പെരിങ്ങോം, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാ യൂണിറ്റുകളെ കൂടി സ്ഥലത്തെത്തിക്കുകയായിരുന്നു. കഠിനമായ ചൂടും പുകയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഒടുവിൽ റോഡരികിൽ നിന്നും മുകൾ നിലയിലേക്ക് ഏണി വെച്ച് കയറി മുൻഭാഗത്തെ ഗ്ലാസ് തകർത്ത് അതിലൂടെ വെള്ളം ചീറ്റിയാണ് തീയണയ്ക്കാനായത്. അഗ്നിബാധയിൽ ഫ്രിഡ്ജുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പൊട്ടിത്തെറിച്ചതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. അപകട സാധ്യത കണക്കിലെടുത്ത് KSEB അധികൃതർ ഫീഡർ ഓഫ് ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞ് പയ്യന്നൂർ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ ഫയർ ഓഫീസർ ബിജുമോന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ 6 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ അംഗങ്ങളാണ് സാഹസികമായ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായത്. പുലർച്ചെ 2ഓടെയാണ് പൂർണ്ണമായും തീയണയ്ക്കാൻ കഴിഞ്ഞത്. തീയണയ്ക്കുന്നതോടൊപ്പം തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമവും കൂടിയായപ്പോൾ രക്ഷാപ്രവർത്തനം അതിസാഹസികമായി. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വ്യക്തമായിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും ഫയർഫോഴ്സ് സംഘം അറിയിച്ചു. 2 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്ന പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2020 മാർച്ച് 20-നും ഈ സ്ഥാപനത്തിന്റെ അടുക്കള, മെസ് എന്നിവ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായിരുന്നു. 1 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ആ തീപിടുത്തത്തിലൂടെ സംഭവിച്ചത്.